ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, ഇന്നലെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ കുറച്ച് വീട്ടുവിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ഇതൊക്കെയായിരുന്നു, മൂടിയായിട്ട് നിൽക്കുന്നൊരു ക്ലൈമറ്റ് ആയിരുന്നു. വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുളിച്ചൊക്കെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അനിയൻ നിലത്ത് റിമോട്ട് ഇട്ടിട്ട് എൻ്റെ ബാറ്ററി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കി കൊടുക്കായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ തന്നെ ഇതാ ഞാൻ രാവിലെ ചായയൊക്കെ വെച്ചു. രാവിലെ ഒരു ഗ്യാസിൽ ചായയും മറ്റേ ഗ്യാസിൽ ദോശ ചട്ടിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴാണ് പുറത്ത് പോയി നോക്കിയത്, ക്ലൈമറ്റൊക്കെ ഒന്ന് നോക്കി വെറുതെ ഇങ്ങനെ വന്നപ്പോഴത്തേനും ദോശക്കല്ലൊക്കെ ചൂടായി. അപ്പോൾ അമ്മ അവിടെ ദോശ ചൂടുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ തക്കാളിക്കറിക്കുള്ള ഇതൊക്കെ അരിയാണ്, തക്കാളി, വെണ്ടയ്ക്ക അങ്ങനത്തെ ഒക്കെ അരിയായിരുന്നു. ഇവിടെ തക്കാളിക്കറിൻ്റെ ചെറിയ അനിയന് നേരത്തെ കണ്ട ആൾക്ക് തക്കാളിക്കറി നിർബന്ധമാണ്. ദോശയാണ് അവന് ഏറ്റവും ഇഷ്ടം, ഫേവറേറ്റ്. ഇന്ന് രാവിലെ ദോശ വേണം. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ തക്കാളിക്കറി ഉണ്ടാക്കാൻ അവന് ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു തക്കാളിക്കറി വേണമെന്ന് പറഞ്ഞപ്പോൾ തക്കാളിക്കറി ഉണ്ടാക്കാൻ പോവാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ള കറികളേക്കാളും ഇഷ്ടം തക്കാളിക്കറിയാണ്. പക്ഷെ എന്തെങ്കിലും കറി വേണം ആൾക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറി നിർബന്ധമാണ്. എനിക്ക് അമ്മയ്ക്കൊന്നും കറി നിർബന്ധമില്ല. ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കഴിക്കും. പക്ഷെ അവൻ അങ്ങനെയല്ല, അവന് നിർബന്ധമായിട്ടും കറി വേണം. അപ്പോൾ അതിലേക്കുള്ള തക്കാളി, മുളക്, ഇത് തീരെ എരിവില്ലാത്ത മുളക്, അതാണ് 2 ഇട്ടത്. അപ്പോഴേക്കും ഇതാ ചായയൊക്കെ തിളച്ചു. അപ്പോൾ ഞാൻ പൊടിയിട്ടു. ഞാൻ സിമ്മിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, കാരണം കുറേ വെള്ളം അതിലുള്ളത് കൊണ്ട് തന്നെ തിളയ്ക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ല ചായ വേണം. അപ്പോൾ പിന്നെ ആ പാത്രം നിറച്ച് ചായ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ ഈവനിങ് ചൂടാക്കിയിട്ട് കഴിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ അവനുള്ള ദോശ അമ്മ ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് മുരിയാത്ത ദോശയാണ് ഇഷ്ടം, എനിക്ക് കുറച്ച് മുരിഞ്ഞ ദോശയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ മുരിഞ്ഞ ദോശ ചൂടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കുറച്ചിങ്ങനെ മുരിവ് വേണം. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ക്യാമറ ഇടയ്ക്ക് ഷെയ്ക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എവിടെയും വെക്കാനുള്ള ഒരു ഇതില്ല. എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതിൽ ക്യാപ്ചറായിട്ട് കിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഒരു കൈ കൊണ്ട് എടുക്കുമ്പോൾ കുറച്ച് ഷെയ്ക്ക് ആവുന്നൊക്കെ ഉണ്ട്. മറ്റേ കൈ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കൈ അവിടെ ഇളകുകയാണല്ലോ. അപ്പോൾ അതാ ഞാൻ വെണ്ടയ്ക്കൊക്കെ അരിയാണ്. കുറച്ച് മൂത്തിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക, പക്ഷേ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവുന്നുണ്ട്. നമുക്ക് നല്ല ഹാർഡല്ല, പക്ഷെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരുന്നു സംഭവം. ബട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത്ര ഹാർഡൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന സോഫ്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് വെളുത്തുള്ളി ഞങ്ങൾ ഓൾറെഡി തോല് പൊളിച്ചിട്ട് ഒരു പാത്രത്തിൽ ബോക്സിലാക്കി വെക്കാറാണ് പതിവ്. അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ അതാ തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഫസ്റ്റ് ഞാൻ മുളകും വെളുത്തുള്ളിയും ഫസ്റ്റ് ഇടും കേട്ടോ. വെളുത്തുള്ളി ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ചതച്ച പോലെ ആക്കിയിട്ട് അതും ഇട്ട് കൊടുക്കും. അപ്പോൾ മുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുമല്ലോ, ആ ഗ്രീന് മാറിയിട്ടൊരു ലൈറ്റ് ഗ്രീൻ ആവില്ലേ, അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കറിക്ക്. എന്ന് വെച്ചാൽ ഒരു വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഫസ്റ്റ് ആ വെളിച്ചെണ്ണയ്ക്ക് ഇറങ്ങും. എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും നേരത്തെ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ടാക്കില്ലേ, എന്നിട്ട് പിന്നെ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നവരുണ്ടല്ലോ, അങ്ങനെ ചേർക്കുന്നതും അങ്ങനെ 2 ടൈപ്പ് ഉണ്ടാക്കുമ്പോൾ 2 ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക, എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ഇവിടെ ചെറിയ അനിയന് വെണ്ടയ്ക്ക നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞിട്ട് കിട്ടുന്നത് ഇഷ്ടം. എനിക്കും അമ്മയ്ക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല. വെണ്ടയ്ക്ക ഇതിൽ കറക്റ്റ് വേവിൽ കിട്ടണം. പക്ഷേ അനിയന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കുക. അവന് വെണ്ടയ്ക്ക ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഇട്ട പോലെ കിടക്കുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ കിടക്കണം. വെന്തിട്ട് നമ്മൾ ഉടയുന്ന രീതിക്കാവണം അവന്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. അവൻ്റെ ഇഷ്ടത്തിനാണ് ഈ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാറ്. പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് അടച്ചു കൊടുത്ത് വേവിക്കുക കേട്ടോ. അപ്പോൾ സൈഡിൽ അമ്മ ഇങ്ങനെ ദോശ ചുടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വാഷ് ചെയ്യാൻ പോയി, വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കറിയും ഞാനൊരു സൈഡിൽ നോക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ദോശയും ചുടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ ഇതും കൂടെ ആയപ്പോൾ
ഇങ്ങനെ സ്ലോ ആയിട്ടാണ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതാ നമ്മൾ കറി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ തക്കാളി ഇടേണ്ട ഒരു പാകം എന്ന് പറയുമ്പോൾ ഈ വെളുത്തുള്ളി ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നല്ല സ്മെല്ല് വരും, വെണ്ടയ്ക്കൊന്ന് വാടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കാറ്. ഫസ്റ്റ് തന്നെ ഞാൻ ചേർക്കാറില്ല. പിന്നെ അമ്മ വേറെ രീതിക്ക് ഉണ്ടാക്കും, തക്കാളിയും വെണ്ടയ്ക്കും കൂടി ഒരുമിച്ചിട്ടിട്ട്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സംഭവം ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നാണെങ്കിലും ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊന്ന് പകുതി വേവാകുമ്പോൾ ആ ഒരു വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മളൊന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ അതാ തക്കാളി നമ്മൾ ആ ഒരു തോല് വിട്ട് വരുമല്ലോ, അതിൻ്റെ പുറത്ത് തോല് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. മുളക് പൊടി ഞാൻ നല്ല എരിവുണ്ട് കേട്ടോ ഇവിടുത്തെ മുളക് പൊടി, അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. ബാക്കി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാരണം ഞങ്ങൾക്കൊക്കെ എരിവ് പറ്റും, ചെറുതിന് എരിവ് പറ്റില്ല. അപ്പോൾ പൊതുവേ ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, ആർക്കും എരിവ് ഇഷ്ടാവില്ല. അപ്പോൾ അത് നല്ല എരിവുള്ളതുകൊണ്ട് ഇതാണ് ചേർക്കുന്നത്, കാശ്മീരിയാണ് ചേർക്കുന്നത്. പക്ഷെ അതിപ്പോൾ ചേർക്കുന്നില്ല, നമ്മളത് ഇതാക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് ആണ് നമ്മളത് ചേർക്കുന്നത്. പിന്നെ അതാ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളാ ഒരു എന്താ പറയുക, തിളച്ച് വരിക എന്നൊക്കെ പറയുമല്ലോ, ഒന്നും കൂടെ ആ ഒരു ഇത് വാടിക്കഴിഞ്ഞാൽ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അമ്മ ഉടച്ചു കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക ഞാൻ പറഞ്ഞല്ലോ അനിയൻ അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം, ഉപ്പ് കുറവായിരുന്നു, വെണ്ടയ്ക്കയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് എന്താ പറയുക നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അതിന് മുമ്പ് ചേർക്കുന്നില്ല. പക്ഷേ അത് എങ്ങനെ ചേർത്താലും ഒരുപോലെ തന്നെയാണ്. അതിന് മുമ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അമ്മ വാഷ് ചെയ്യാൻ തുണിയിടാൻ പോയതുകൊണ്ട് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു കയ്യിൽ ഇതും ക്യാമറ ഇതും കൂടെ ആയപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ വന്നിട്ട് പൊടി ഇടാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അമ്മ വന്നതിന് ശേഷമാണ് ഈ പൊടികളെല്ലാം ഇട്ടത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഈ പൊടി ഈ ഒരു വെണ്ടയ്ക്ക അത്രയും ഉടയ്ക്കണം എന്നൊന്നുമില്ല. എനിക്കും അമ്മയ്ക്കും ആർക്കും അങ്ങനെ ഉടയ്ക്കുന്നത് ഇഷ്ടമല്ല. അനിയന് വേണ്ടിയിട്ട് അങ്ങനെ ഉടച്ചു എന്നുള്ളൂ. അത് ഉടയ്ക്കാതെ എടുക്കുമ്പോഴാണ് കറക്റ്റ് ഒരു ടേസ്റ്റും കാണാനും ഒരു വൃത്തി, കഴിക്കാനും ഒരു ഇതാട്ടോ. പക്ഷെ മറ്റാക്കത് അങ്ങനെ വേറെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് കൊണ്ട് ഞങ്ങൾ അമ്മ അത് ഉടച്ച് പീസാക്കിയെന്നേ ഉള്ളൂ. പിന്നെ അതാ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അനിയനുള്ള കറി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല കറി പോലെ എടുക്കുക. ഞാൻ തിക്കായിട്ടാട്ടോ ഇവിടെ എടുക്കുന്നത്, കാരണം ഞാനും അമ്മയും മാത്രമേ ഇന്ന് കഴിക്കാനുള്ളൂ. രണ്ടാമത്തെ അനിയന് ഇന്ന് അവൻ കാറ്ററിങ്ങിന്, ക്ലാസ് ഇല്ലാത്ത ദിവസം അവൻ്റെ ഫ്രണ്ട്സൊക്കെ കാറ്ററിങ്ങിന് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് അവൻ കാറ്ററിങ്ങിന് പോയതുകൊണ്ട് ഞാനും അമ്മയും മാത്രമേ പിന്നെ കഴിക്കാനുള്ളൂ. അപ്പോൾ പിന്നെ ഓവർ കറി പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്തായാലും വേസ്റ്റ് ആവും, പിന്നെ ഞങ്ങളത് കഴിക്കില്ല. പിന്നെ അമ്മ ഇവിടെ ഉണക്കൽ വീട്ടിൽ തന്നെയാണ് കൂടുതലും ഉണ്ടാക്കാറ്, പുറത്തുനിന്ന് അധികം മേടിക്കാറില്ല. പുറത്തുനിന്ന് മേടിക്കാറുണ്ടെങ്കിൽ തന്നെ അത് അച്ഛന് കൊടുത്തയക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അന്നിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കയ്യിലില്ല, അമ്മ ഉണ്ടാക്കിയതില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് മേടിച്ച് കൊടുത്തയക്കാറുള്ളൂ. അല്ലാതെ വീട്ടിലത്തെ യൂസിനും അച്ഛന് കൊടുത്തയക്കാനും ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഉണക്കലുണ്ടാക്കാറ്. ഇതിപ്പോൾ അമ്മ വെത്തളും മുള്ളനുമാണ് ഇപ്പോൾ ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോഴേക്കും ചെറിയ അനിയൻ പോയിട്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പോയിട്ട് കിടന്നു. അവന് പനിയാണ്, ഇന്നലെ രാത്രി തൊട്ട് നല്ല പനിയായിരുന്നു. അപ്പോൾ ദോശയും തക്കാളി കറിയൊക്കെ കഴിച്ചിട്ട് വന്ന് കിടന്നത്, ആ മരുന്ന് കുടിക്കാണ്ട്. അപ്പോൾ അവനെ മരുന്ന് വിളിക്കാൻ വേണ്ടി വന്നിരുന്നു ഞാൻ. ആൾ മരുന്ന് കുടിക്കാണ്ട് പോയിട്ട് അവിടെ പോയി കിടന്നത്, ഇനി അങ്ങനെ ഉറങ്ങിപ്പോവും ചിലപ്പോൾ. അപ്പോൾ പിന്നെ മരുന്ന് കുടിക്കാനൊന്നും എണീക്കില്ല. അപ്പോൾ പിന്നെ മരുന്ന് കുടിക്കാൻ വിളിച്ചപ്പോൾ ക്യാമറ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു വേഗം എണീറ്റ് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ പുതപ്പിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കും.
ഭയങ്കര മടിയാണ്, മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ക്യാമറ കണ്ടതുകൊണ്ട് തോന്നുന്നു വേഗം എണീറ്റ് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു. അവന് മരുന്ന് കൊടുത്തതിന് ശേഷം അവൻ പോയി കടന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ ദോശയും കറിയും കൂടെ കഴിക്കാനിരുന്നു. ചായ കുടി കഴിഞ്ഞതിന് ശേഷം അമ്മ ഗ്യാസും വീന്നരപ്പുറമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് എനിക്ക് വാഷിംഗ് മെഷീനിൽ നേരത്തെ അമ്മ ഇട്ട തുണിയൊക്കെ വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് വെള്ളം വരുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ് വരുന്നത്. അത് ടാങ്ക് ഉയരത്തിലായതുകൊണ്ടല്ല എന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ പൈപ്പ് യൂസ് ചെയ്യാറില്ല. വെള്ളം പതിയെയാണ്, വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പൈപ്പ് അതിൻ്റെ തൊട്ടടുത്താണ് ബാത്റൂമിൽ നിന്ന് പൈപ്പ് കണക്ട് ചെയ്തിട്ട് പൈപ്പ് വഴിയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ അത് ഒലുമ്പാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അമ്മ ഇവിടെ കിച്ചൺ ക്ലീൻ ആക്കിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇന്നൊന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, മൂത്ത അനിയൻ കാറ്ററിങ്ങിന് പോവാറുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് അവൻ കാറ്ററിങ് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാറ്ററിങ്ങിൽ നിന്ന് അവന് കിട്ടിയതാണ്. അപ്പോൾ കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അമ്മയുടെ വീട്ടിൽ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് അമ്മയുടെ വീട്ടിലേക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് പോവാണ്. പകുതി ഞങ്ങൾ തൊട്ടടുത്ത ആൻറ്റിയുടെ വീടുണ്ട്, ആൻറ്റിക്ക് കൊടുത്തു. പിന്നെ അമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ട് അമ്മമ്മയ്ക്കും കൊടുത്തു കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ മാമൻ്റെ കുട്ടികൾ. അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ട ഒരു സ്കൂളിൽ പഠിച്ച വിശേഷങ്ങളൊക്കെ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് അമ്മച്ചൻ്റെ കടയിൽ കയറി. ഞങ്ങളെപ്പോൾ വന്നാലും അമ്മച്ചൻ്റെ കടയിൽ കയറാണ്ട് പോകില്ല കേട്ടോ. പിന്നെ അമ്മച്ചനോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് രാത്രി ബിരിയാണിയാണ്. അപ്പോൾ അതിക്ക് ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈപ്പിലാണ് ചിക്കൻ പൊരിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു രീതിക്ക്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പ് എടുക്കുന്നുണ്ട്. ആ ഒരു ചിക്കനിക്ക് വേണ്ട ക്വാണ്ടിറ്റി ആട്ടോ എടുക്കുന്നത്. പിന്നെ കുറച്ച് തോനെ പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളകിൻ്റെ ടേസ്റ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. ഈ നീണ്ട മുളകിന് പൊതുവേ എരിവ് ഉണ്ടാവില്ലല്ലോ. ഇത് എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് തോനെ എടുക്കുന്നുണ്ട്. ആ ഫ്ലേവറും ഇറങ്ങും. അപ്പോൾ ഞാൻ കുറച്ച് തോനെ പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ 2 കഷ്ണം ഇഞ്ചി, ചെറിയ ഇഞ്ചിയാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടുന്തോറും നല്ലൊരു ഫ്ലേവർ വരും. ചിലവരൊക്കെ പറയും, എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയും വെളുത്തുള്ളി ഇഞ്ചി കൂടുമ്പോൾ അടി പിടിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതാ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഞാൻ സ്പൂൺ കൊണ്ടൊന്നും മാറ്റാറില്ല. ഇപ്പോൾ മുളക് അരയ്ക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊടാനൊരു ഇതുണ്ടാവുമല്ലോ, കൈ എരിയോ എന്ന് വെച്ചിട്ട്. ഞാനത് മുളകുണ്ടെങ്കിലും കൈ കൊണ്ട് തന്നെയാണ് മിക്സിയിൽ നിന്ന് എടുക്കാറ്. കാരണം സ്പൂണ് വെച്ചെടുക്കുമ്പോൾ പല ഭാഗത്തുനിന്നും നമുക്കത് കിട്ടില്ല. ഞാൻ ആ ഒരു ചിക്കനിലേക്ക് കറക്റ്റായിട്ടുള്ള അളവിനാണ് ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ടാക്കുമ്പോൾ അതിൽ പകുതി മുക്കാലോളം, ഒരു 1/4 ഭാഗത്തോളം മിക്സിയിൽ തന്നെ പോകും. അപ്പോൾ കൈ കൊണ്ടാകുമ്പോൾ കറക്റ്റ് എല്ലായിടത്തും നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സിയിൽ നിന്ന് എടുക്കാറ്. അങ്ങനെ ഞാനതൊക്കെ ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതാ അതിലോട്ടൊരു 1/2 ലെമണാണ് ഞാൻ സ്ക്വീസ് ചെയ്യുന്നത്. സുറുക്ക ഒഴിക്കുന്നുണ്ട്, വിനാഗിരി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു അര ഭാഗം ചെറുനാരങ്ങ പിഴിയുന്നുണ്ട് കേട്ടോ അതിലോട്ട്. അപ്പോൾ അതാ ഞാനിവിടെ അരച്ച് വെച്ചതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. മുളകിൻ്റെ ഒരു ചെറിയ എരിവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് പാകമായിട്ടുള്ള എരിവ് എന്തായാലും ആ മുളകിൽ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാനത് ചേർക്കുന്നില്ല. കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്, കുറച്ച് കളറും കിട്ടുമല്ലോ. അപ്പോൾ കുറച്ചധികം കാശ്മീരി ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ അതിലോട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ആ ചിക്കനിക്കുള്ള അളവിനാട്ടോ ഞാൻ ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല, അതൊരു 1/4 ടീസ്പൂണൊക്കെ ഉണ്ടാകത്തുള്ളൂ, കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാനൊരു കുറച്ച് ഇത് ചേർക്കുന്നുണ്ട്, നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ, അതും കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ഫ്ലേവറാണ് നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു കായത്തിൻ്റെ പൊടി ചേർക്കാൻ കേട്ടോ. പിന്നെ അതാ ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്.
എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉള്ളിന്ന്. ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ ആ പാത്രം ഇങ്ങനെ ഇളകി പോയായിരുന്നു. അതൊരു 2 സ്പൂണൊക്കെ ഇട്ടിട്ടുള്ളൂ. ആ ഒരു ചെറിയൊരു സ്പൂണിന് ഒരു 2 സ്പൂൺ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർക്കുന്നുള്ളൂ. എനിക്ക് പൊതുവേ ഞാനിങ്ങനെ സ്പൂണിൽ കണക്കെടുത്തിട്ട് ഇടുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ഒരു കൈ കണക്കിനാണ് പൊതുവേ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് തന്നെയാണ് എല്ലാം ചേർക്കാറ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ടീസ്പൂൺ ടേബിൾ സ്പൂൺ എന്ന് പറയാൻ അറിയില്ല. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാല, നമ്മൾ അരച്ച് വെച്ച മസാല അവിടെ ഉണ്ട്. ഇത് ഈ ഒരു സ്പൂണിന് 3 ടേബിൾ സ്പൂണ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും മിക്സ് ചെയ്ത് വെച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് എനിക്ക് അത് കവറിലാണ് 2 പൊടികൾ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനത് ഓൾറെഡി പാത്രത്തിലാക്കി വെച്ചതാണ്. അപ്പോൾ ഈ മസാല ഫുള്ള് ഞാൻ ഈ ഒരു ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറേ സ്പൂൺ വെച്ചെടുക്കാൻ നോക്കി, ബട്ട് പറ്റാത്തത് കൊണ്ട് പിന്നെ ഫോൺ അവിടെ സൈഡിൽ വെച്ചിട്ട് ഇതിലോട്ട് ഇടുക ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് അതിലോട്ട് ഇട്ട് കൊടുത്തു. ഞാൻ കറക്റ്റ് ആ ഒരു ചിക്കനുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ഫുൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൊടി നമ്മൾ മിക്സ് ചെയ്ത് 3 ടേബിൾ സ്പൂൺ മൈദയും, ഇപ്പോൾ ഞാൻ കാണിച്ച അത്ര ചിക്കൻ ഉള്ളതാണ്. അത് 1 കിലോ ചിക്കനിൽ കുറച്ച് ചിക്കൻ കുറവേ ഉള്ളൂ, കറക്റ്റ് 1 കിലോ ഉണ്ട്. അപ്പോൾ ബാക്കി ഒരു കുറച്ച് പീസ് ഞാൻ രാവിലെ കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിക്കുള്ളതാണ് 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ് ഞാൻ. എനിക്ക് കൈ കൊണ്ട് കുഴക്കുന്ന കേട്ടോ ഇഷ്ടം. ചിലർ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ടിപ്പിക്കൽ കേരള എല്ലാവരും മലയാളീസ് ഫുള്ള് കൈ കൊണ്ട് തന്നെ ആയിരിക്കും കുഴക്കുന്നത്. എനിക്കും ഇഷ്ടം കൈ കൊണ്ട് എല്ലായിടത്തും മിക്സ് ചെയ്യുമ്പോൾ, മീനായാലും ഇതായാലും കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടപ്പോൾ സ്പൂണ് വേണമെങ്കിൽ സ്പൂൺ യൂസ് ചെയ്യാം. പക്ഷേ എനിക്കതിനോട് തീരെ താല്പര്യമില്ല സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. എന്തായാലും എല്ലായിടത്തും സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് ആവില്ല, ഞാൻ ചെയ്ത് ആവില്ല. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കംപ്ലീറ്റ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും. നന്നായിട്ടൊന്ന് ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ എന്തായാലും എനിക്ക് ടൈമുണ്ട്, 1 hour വെക്കാനുള്ള ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 10-10:30ക്കൊക്കെയാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എടുത്ത് വറുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു മസാല ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച ചിക്കനാണ്. അത് ഞാൻ ഫ്രീസറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു 1.5 hour വെച്ചിട്ടുണ്ടാവും. ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തെങ്കിലും ഞാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ അത് വറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഗ്യാസിൽ ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി. അപ്പോൾ ആ ഒരു ചൂടാക്കുന്ന ടൈമിലാണ് ഞാൻ മുളക് അരിയുന്നത്. ഇവിടെ എനിക്കും അമ്മയ്ക്കും ഒക്കെ മുളക് കൂടെ കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് എരിവില്ലാത്ത മുളകായതുകൊണ്ട് കുറച്ച് തോനെ എടുത്തിട്ടുണ്ട്. മുളകും ഉള്ളിയും ഞങ്ങൾ ചിക്കൻ്റെ കൂടെ കഴിക്കാറുണ്ട്. അപ്പോൾ മുളക് ഞാൻ കുറച്ച് തോനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നടുവേ ഇങ്ങനെ കീറിയിട്ട് ഇടാനാണ്. അത് എരിവില്ലാത്തതായതുകൊണ്ടാണ് ഇത്ര എടുക്കുന്നത്. പിന്നെ ഞാൻ വെച്ച വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു മുളകുണ്ടല്ലോ, മുളക് ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ടൈമിൽ തന്നെ കരിവേപ്പിൻ്റെ ഇല ഇടാം കേട്ടോ. അപ്പോൾ കരിവേപ്പിൻ്റെ ഇല ഇപ്പോൾ രാത്രി പൊതുവേ പറയാറ് രാത്രി വേപ്പ് പൊട്ടിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ പുറത്ത് പോയിട്ട് പൊട്ടിച്ചിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല രാത്രി സന്ധ്യാനേരം 6 മണിക്ക് ശേഷം കരിവേപ്പിൻ്റെ ഇല പൊട്ടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കരിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കരിവേപ്പ് ഞാൻ ഈ ഫസ്റ്റ് ഇട്ടിട്ടില്ല. ഈ ടൈമിൽ കരിവേപ്പും കൂടെ ഇടണം കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചിക്കൻ ഇടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇടുമ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ ചിക്കൻ ഇടാൻ പാടുള്ളൂ. പിന്നെ ഇടുമ്പോൾ തിക്കായിട്ട് ബൾക്കായിട്ട് ചിക്കൻ ഇടാൻ പാടില്ല. ഒരു 4-5 പീസ് മാത്രമേ ഫസ്റ്റ് ട്രിപ്പിൽ ഇടാൻ പാടുള്ളൂ. പിന്നെ ആ ഒരു ഇതെടുത്തതിന് ശേഷം സെക്കൻഡ് ട്രിപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തോനെ ഇട്ടാലും കുഴപ്പമില്ല. ഫസ്റ്റ് ട്രിപ്പിൽ ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റിൽ വരുള്ളൂ. സെക്കൻഡ് ട്രിപ്പിൽ കുറച്ച് തോനെ ഇട്ടാലും അത് കറക്റ്റ് മുരിഞ്ഞ് പാകമായിട്ട് വരും. പക്ഷേ ഫസ്റ്റ് ട്രിപ്പിൽ ഒരു 4-5 ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് വെക്കുന്നുണ്ട്.
അപ്പോഴത്തേനും ഇതിലൊരു നീരുണ്ടാവുമല്ലോ, നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഒരു ഗ്യാസ് കയറുന്ന പോലെ ഉണ്ടാവില്ലേ അതിൻ്റെ നീര്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ അരിഞ്ഞ് വെക്കുകയാണ്. അതാകുമ്പോഴത്തേക്കിനും പിന്നെ ഇതാ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും വെച്ചിട്ടുള്ളത്. ഒരു സൈഡ് അത്യാവശ്യം ആവുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മസാല അടി പിടിക്കാനും ഒരു ചിക്കനിന് വിട്ട് പോരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി, ഓവർ ഇളക്കണ്ട, ജസ്റ്റ് അടിയിൽ ഇങ്ങനെ വെടിപ്പിച്ച് കൊടുക്കുക. ശേഷം ഇതാ ഞാനതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ആ മറിച്ചിടുന്ന ക്ലിപ്പ് എടുക്കാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ കറിവേപ്പ് ഉണ്ടോയെന്ന് ജസ്റ്റ് അത് പോയി നോക്കിയതാണ്. അപ്പോൾ ഒരു 2-3 തണ്ട് കറിവേപ്പ് ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചാൽ അറിയാമല്ലോ, അതിൻ്റെ ഫ്രഷ്നെസ് ഇതായി പോവും. കറക്റ്റ് ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് അമ്മ വെക്കുക. ഇത് ആകെ 3 തണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഫ്ലേവർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 2 തണ്ട് എടുത്തിട്ട് പിന്നെ ഞാൻ ചേർക്കുക കേട്ടോ ചെയ്തത്. പിന്നെ അതാ ഫസ്റ്റത്തെ ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. പിന്നെ ഇതാ ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഇടുന്നുണ്ട്. അതിനും ഇതേപോലെ തന്നെ മുളകും പിന്നെ ബാക്കിയുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പീസ് ഇടുക ചെയ്തത്. ഇന്നിപ്പോൾ നൈറ്റിലേക്ക് ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ചെറിയ അനിയന് പനി ആയതുകൊണ്ട് അവൻ എന്തായാലും കഴിക്കില്ല. ഞങ്ങൾക്ക് 3 പേർക്കുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി നാളേക്ക് ഫ്രിഡ്ജിലേക്ക് തിരിച്ച് വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ മുളക് ഇട്ടതിന് ശേഷം ഒന്നിങ്ങനെ ഒന്ന് കളർ ചേഞ്ച് ആവുന്ന ടൈമിലാണ് കറിവേപ്പിൻ്റെ ഇല ഇടുക കേട്ടോ. എന്നിട്ട് ഒരു 2-3 പീസ് കൂടെ ഇടുന്നുള്ളൂ. 3-4 പീസും കൂടെ ഞാൻ ഇനി ഇടുന്നുള്ളൂ. അപ്പോൾ അതാ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും കുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല, രാവിലത്തെ അരുതല്ലാതെ. മെയിനായിട്ട് ദോശയും തക്കാളിക്കറിയും ചായയും ഈ ചിക്കൻ പൊരിച്ചതും മാത്രമേ ഇന്ന് ഉണ്ടാക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഇടും. ഡെയിലി ഇടാനാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.